എളുപ്പത്തിലൊരു അച്ചാർ ഉണ്ടാക്കാം. 3 നല്ല പുളിയുള്ള പച്ചമാങ്ങ എടുക്കാം. നന്നായി കഴുകിയതിന് ശേഷം തൊണ്ടോട് കൂടി തന്നെ ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം. മുറിച്ചെടുത്ത മാങ്ങ കഷ്ണങ്ങളിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ ചേർത്തിട്ടുള്ളത് കശ്മീരി മുളക് പൊടിയാണ്. എരിവുള്ള മുളക് പൊടിയും കൂടി മിക്സ് ചെയ്ത് ചേർക്കണവർക്ക് അങ്ങനെ ചേർക്കാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ കായപ്പൊടിയും ചേർക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് മാറ്റി വയ്ക്കാം. സമയമുണ്ടെങ്കിൽ ഒരു 1 മണിക്കൂർ അങ്ങ് മാറ്റി വയ്ക്കാം. അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലും വേണമെങ്കിൽ തയ്യാറാക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വീതം ചോപ്പ് ചെയ്ത ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒന്ന് കുറച്ച് വെച്ച ശേഷം 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 കപ്പ് വിനാഗിരിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. 2-3 മിനിറ്റ് ഇത് നന്നായി തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചെടുത്തതിന് ശേഷം നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങയിലേക്ക് ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇൻസ്റ്റൻ്റായിട്ട് തന്നെ വിളമ്പാം. കുറച്ച് നാളൊക്കെ ഇത് കേടാവാതിരിക്കും. വിനാഗിരി ചേർത്തുകൊണ്ട് തന്നെ കുറേ നാൾ നമുക്ക് കേടാവാതെ സൂക്ഷിക്കാം. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഒട്ടും ജലാംശമില്ലാത്ത സ്പൂൺ ഉപയോഗിച്ച് എടുത്താൽ മതിയാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെയും നല്ല നല്ല റെസിപ്പികളായിട്ട് കാണാം. അതുവരേക്കും താങ്ക്